പ്രചാരണം അവസാന ലാപ്പിൽ എത്തുമ്പോൾ ബേപ്പൂരിൽ വിജയം ഉറപ്പിച്ചെന്ന UDF സ്ഥാനാർത്ഥി PV അൻവർ. PM മുഹമ്മദ് റിയാസിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നില്ല. നിയമസഭയിൽ അൻവർ വെറുമൊരു MLA ആയിരിക്കില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സന്തോഷം നൽകുന്നുണ്ടെന്നും വിസ്മയങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും അൻവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിലെ പ്രതീക്ഷകൾ? അവസാന മണിക്കൂറിൽ പ്രതീക്ഷയല്ല, ജനങ്ങളെ ഉറപ്പിച്ചിരിക്കുകയാണ്. ബേപ്പൂരിലൊരു മാറ്റം ഉണ്ടാകും. ഇവിടെ ഒരു ജനകീയ സംവിധാനത്തിലേക്ക് ഈ നാട് മാറും. ഈ ഏകാധിപത്യ കുടുംബാധിപത്യ പ്രവണത ഈ മണ്ഡലത്തിൽ അവസാനിക്കും. വികസനം നടക്കും. ആശുപത്രി ഉണ്ടാവും, ഡോക്ടർമാരുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകളിൽ 11ാം ക്ലാസ്സിൽ സീറ്റുകൾ വർദ്ധിക്കും. കുടിവെള്ളം എല്ലാ നാട്ടിലെത്തും. അതുതന്നെയാണ് ജനങ്ങളുടെ പ്രശ്നം. ഈ പറഞ്ഞതൊന്നും ഈ നാട്ടിലില്ല. വ്യക്തിഹത്യ മറ്റ് മണ്ഡലങ്ങൾക്ക് അപേക്ഷിച്ച് ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ഈ നാട് മുഴുവൻ 10-15 വണ്ടിയിൽ മൈക്ക് കെട്ടിയിട്ട് PV അൻവറിനെ വിളിക്കുന്ന തെറി നാട്ടിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഭരണതലത്തിലുള്ള അപ്രമാദിത്വത്തെയാണ് മരുമോനിസം എന്ന് വിളിച്ചത്. ഒരു മരുമാന് മാത്രം കിട്ടുന്ന പ്രത്യേക ആനുകൂല്യം ആസ് എ മിനിസ്റ്റർ എന്ന നിലക്ക്. അദ്ദേഹം SFIയും DYFIയും പാർട്ടിയൊക്കെ ആയി വളർന്നു വന്നതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയുന്നവനാണ് ഞാൻ. പക്ഷെ ഒരു മന്ത്രിക്കും കിട്ടാത്ത അധികാരങ്ങളും ഇവിടെ 3 ഹെൽത്ത് സെന്ററുകൾ പൂട്ടിക്കിടക്കുകയാണ്. അത് പൂട്ടിക്കിടക്കുന്നതിന് കാരണം അൺഫിറ്റായി പോയതാണ് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് പുതുക്കി പണിയാൻ പണമില്ല എന്ന് പറയുന്ന ഇതേ മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ മേന്മകളായി പറഞ്ഞ അദ്ദേഹം അച്ചടിച്ച് പ്രസിദ്ധം ചെയ്ത പത്രത്തിൽ 4.5 കോടി രൂപ ഫറോക്ക് PWD റെസ്റ്റ് ഹൌസ് റിനോവേറ്റ് ചെയ്യാൻ, കൊട്ടാരമാക്കി മാറ്റാൻ 4.5 കോടി രൂപ ചെലവഴിച്ചെന്ന് അദ്ദേഹം പറയണം. 24 കോടി രൂപ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു എന്ന് അദ്ദേഹം പറയണം. ഇവിടെ ആശുപത്രി കെട്ടിട നന്നാക്കാനോ പുതുക്കി പണിയാനോ പണമില്ല. 10-25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നടന്നുപോകും. അതുപോലും ഇല്ല എന്ന് പറയുന്ന അതേ മന്ത്രിയാണ് ഈ 4.5 കോടി ചെലവഴിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ എങ്ങനെയാണ് ഫൈനാൻസ് ക്ലിയറൻസ് അതിന് കൊടുക്കുക? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ഉണ്ടായിരുന്നു. വെറുമൊരു MLA ആയിരിക്കില്ല PV അൻവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDF ഭരണത്തിൽ വന്നാൽ ഉണ്ടാകുമെന്നുള്ള വാഗ്ദാനം കൂടിയാണ്. അല്ല, അതൊക്കെ UDF ലീഡർഷിപ്പ്, അദ്ദേഹം UDF ചെയർമാൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് പറയാനുള്ള അധികാരമുണ്ട്, അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് നോക്കാം നമുക്ക്. എന്നാലും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സന്തോഷം നൽകുന്ന കാര്യമുണ്ട്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടെ PV അൻവറിന്റെ പ്രചാരണം പുരോഗമിക്കുകയാണ്. ബേപ്പൂരിൽ നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.